വഴുതനങ്ങ കൊണ്ടൊരു തോരൻ ഉണ്ടാക്കാം, വഴുതനങ്ങ തോരൻ. അതിനായി 3 വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചെറിയ പീസായി കട്ട് ചെയ്ത് ചെറിയ പീസായിട്ട് എടുക്കാം. പിന്നെ ഈ വഴുത്തോരനിലേക്ക് ആവശ്യമുള്ള മറ്റ് സാധനങ്ങൾ: ഒരു ഉള്ളി, സവാള ചെറുതായി കൊത്തി അരിഞ്ഞത്, ഒരു തണ്ട് കറിവേപ്പില, 3 പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട്, ഒരു വലിയ അല്ലി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്, പിന്നെ 1/2 കപ്പ് തേങ്ങ, ഒരു ചുമന്നുള്ളി, ജീരകം, ലേശം മഞ്ഞൾപ്പൊടി, വെളിച്ചെണ്ണ, ഉപ്പ് ആവശ്യത്തിന്, കടുക്, 2 വറ്റൽമുളക്. ഇത്രയുമാണ് ഈ തോരന് ആവശ്യമുള്ള സാധനങ്ങൾ. നമുക്കിനി ഈ വഴുതനങ്ങ ഒന്ന് അരിഞ്ഞ് ചെറിയ പീസാക്കി, എല്ലാം നമുക്ക് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെള്ളത്തിലിടാം, അല്ലെ ഇതിൻ്റെ നിറം മാറിപ്പോകും. അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് നമുക്കിത് വെള്ളത്തിലിടാം. എല്ലാ വഴുതനങ്ങയും ഇതേപോലെ കട്ട് ചെയ്ത് വെള്ളത്തിലിടാം. ഇളക്കി കൊടുക്കാം, നിറം മാറാതെ. വഴുതനങ്ങയെല്ലാം നമ്മൾ ഉപ്പിട്ട വെള്ളത്തിൽ നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഒരു സ്ട്രെയിനറിലോട്ട് മാറ്റും. വെള്ളം നല്ലപോലെ വഴാനായി സ്ട്രെയിനറിലോട്ട് മാറ്റാം. വെച്ച് വെള്ളമെല്ലാം പിഴിഞ്ഞ് കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെ ഉണ്ടാക്കാം. കടായി അടുപ്പിൽ വെച്ച് സ്റ്റൗ കത്തിക്കാം. കടായി ഒന്ന് ചൂടാകട്ടെ. അപ്പോൾ ഏകദേശം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടാകട്ടെ. ചൂടായിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് 1/4 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. പൊട്ടിക്കഴിഞ്ഞപ്പോൾ നമുക്ക് 2 ഉണക്കമുളക് ചേർക്കാം. അതോടൊപ്പം 2 കറുപ്പ് ചേർക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് ഉള്ളി അരിഞ്ഞത് കുറയ്ക്കാം. എല്ലാം കൂടെ ഒന്ന് വാടട്ടെ. ഇപ്പോൾ നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ഒന്ന് ചേർക്കാം. അത് ഇതോടൊപ്പം ഒന്ന് വഴറ്റിയെടുക്കാം. കഴിഞ്ഞ സമയം കൊണ്ട് നമുക്ക് ഒരു ചുമന്നുള്ളി, ഞാൻ ജീരകത്തിൻ്റെ പൊടിയാണ് ഉപയോഗിക്കുന്നത്, ഏകദേശം ഒരു 1/4 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി, പിന്നെ തേങ്ങ എല്ലാം കൂടെ നമുക്കൊന്ന് ചതച്ചെടുക്കാം. മഞ്ഞൾപ്പൊടി, ഒന്ന് ചതച്ചെടുക്കാം. അരപ്പെല്ലാം ചതച്ചെടുത്തിട്ടുണ്ട്. ഒരു രൂപം വാടിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് അരപ്പ് ചേർത്തൊന്ന് മൂപ്പിക്കാം. അരപ്പിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. വഴുതനങ്ങ ചേർത്ത് ഇളക്കി നമുക്ക് അടച്ച് വെച്ചൊരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. പാത്രത്തിൻ്റെ അടപ്പം തുറക്കാം. വഴുതനങ്ങ എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ഉപ്പൊന്ന് നോക്കാം. ഉപ്പ് കുറവാണ്, ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. കൂടെ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം.
വഴുതനങ്ങത്തോരൻ ഏകദേശം റെഡിയാവുന്നുണ്ട്. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരാം. താങ്ക് യു. 1 മിനിറ്റ് ഒന്ന് തുറന്ന് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. വെള്ളമെല്ലാം ഒന്നും കൂടെ ഒന്ന് വറ്റട്ടെ. വഴുതനങ്ങത്തോരനൊക്കെ വെള്ളമെല്ലാം വറ്റി റെഡിയായിട്ടുണ്ട്. തണുത്ത ശേഷം നമുക്കൊരു സേർവിങ് ബൗളിലോട്ട് മാറ്റാം. ഒന്ന് തണുക്കട്ടെ.